അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് മുഹ്സിന അതാ പുറത്ത് ഇരിക്കുകയായിരുന്നു. മോളെ, മുഹ്സിയെ, മോളെ. ആ, എന്തോ അമ്മ? എന്താ കുട്ടിയോടെ പുറത്ത് പോയിരിക്കണേ? ഏയ്, ഒന്നുമില്ലമ്മ. പിന്നെന്താ അങ്ങോട്ട് പോന്നാ? ഈ മുച്ചന്തി മോന്തിക്ക് അവിടെ പോയിരിക്കണേ? പെൺകുട്ടികൾ അവിടെ ഇരിക്കണ അത്ര നല്ലതല്ല നേരം. ഈ അങ്ങോട്ട് പോന്നാ? ആ, അവൾ മനമില്ലാ മനസ്സോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റു. മോളെ, എന്താ ഇവിടെ പുറത്തിരിക്കണേ? ഏയ്, ഒന്നുമില്ലമ്മ. മോളെ, ആടെ അകത്തേക്ക് പോയിക്കാ. ഞാൻ പറഞ്ഞിക്കണില്ലേ, വല്യമ്മയൊക്കെ പറഞ്ഞു കേട്ടിക്കണില്ലേ ഇന്നലെ പെൺകുട്ടികൾ പുറത്തിരിക്കാൻ പാടില്ല എന്നുള്ളത്. അത് എന്താടി, ഓനെങ്ങാനും വരുമെന്ന് പറഞ്ഞിനോ? ഉമ്മയുടെ ആ ഒരു ചോദ്യം കേട്ട് അവൾ വല്ലാതെ അങ്ങ് തളർന്നു പോയി. ഉമ്മ. എന്താടി, ഇത്രയൊക്കെ കടുപ്പം കാട്ടിയിട്ടും എന്തൊക്കെ തന്നെ ചെയ്തിട്ടും എനിക്ക് ഇപ്പോഴും ഓനോടുള്ള മൊഹബത്ത് എനിക്കണ് മാറി കിട്ടണില്ലല്ലേ? അവൾ ദയനീയമായി അവളുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മ. അവളുടെ കണ്ണുകൾ ആ നിമിഷം തന്നെ അതാ നിറഞ്ഞൊഴുകി. എൻ്റെ കുട്ടിയെ, ഞാൻ എന്താ നീ ചെയ്യാൻ എനിക്കറിയണില്ല. എല്ലാ മനുഷ്യന്മാരും പറയണത് ഞാൻ കുട്ടീൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണമെന്നുണ്ട് അങ്ങോട്ട് വിടരുത്, ഓൻ്റെ കൂടെ വിടരുത് എന്നാ. എന്നിട്ടിപ്പോൾ എനിക്ക് മാത്രം എന്താ കുട്ടിയെ ഓനെ വെറുക്കാത്തത്? ഉമ്മ, അത് എന്താടി, ഓനുള്ള വലിയ വലിയ തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ജയിലിലും പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് വരികയാണ്. ഇനിയും എനിക്ക് ഓനെ തന്നെ വേണോ? അതുമാത്രമല്ല, എൻ്റെ ഉള്ളിടത്തോളം പണ്ടും എല്ലാം ഒരു നുള്ളിപ്പെറുക്കി അത് കൊടുത്തേക്കണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് എനിക്ക് തീരെ ഒരു മനസ്സൊക്കൊരു എന്താ ഞാനോട് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് ഒരു വാക്കുകളില്ല. ഇക്കാക്ക പറഞ്ഞ് ഈ മറന്നോ? നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എൻ്റെ അനിയത്തി ഹസനത്ത് ഓളെ നിക്കാഹിന് ഒരു തിരക്കൂടുണ്ട്. ഈ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ നീട്ടിയിടണം ഞാൻ. ആരും അറിയണ്ട ഈ ഏട്ടത്തിൻ്റെ മാപ്പിള ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഉമ്മ. എന്താടി? അങ്ങനെയൊന്നുമില്ല. എങ്ങനല്ല? നാട്ടുകാരൊക്കെ അറിഞ്ഞിക്കണ സംഭവം അത്. എൻ്റെ ഓരോ ഗതികേടല്ല അപ്പം എന്ത് പറയാനാ? ഇനിയിപ്പോൾ ഓല് എങ്ങനെയൊക്കെയാവും, ഇതിപ്പോൾ പറഞ്ഞാൽ എന്തൊക്കെ ഒഴിവായി പോവുകയെന്നാവും. ആകെ ടെൻഷനാണ് ഇപ്പോൾ. അപ്പോഴേക്കും അതാ അനിയത്തി ഹസനത്തും അങ്ങോട്ട് വരുന്നു. ഇത്താത്ത, എന്തിവിടെ ഇരിക്കണേ? ഒന്നുമില്ലടി മോളെ. പിന്നെന്താ, ഇങ്ങോട്ട് പോരി അകത്തേക്ക്. സ്നേഹത്തോടു കൂടെ അവളെ അനിയത്തി വിളിക്കുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതാ അവളുടെ ദൃഷ്ടി ദൂരേക്കായിരുന്നു. ആ ജനലിനുള്ളിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. ഇത്താത്ത, നിങ്ങളെന്തിനാ ഇപ്പോഴും വിഷമിച്ചിരിക്കണേ? അങ്ങനെയൊക്കെ സിനുക്ക കാട്ടിയിട്ടും എന്തിനാ ഇത്താത്ത അങ്ങനെ? മോളെ ഹസനത്തെ, അങ്ങനെയൊന്നല്ലടി, കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇത്താത്ത, നിങ്ങൾ വിഷമിക്കണ്ട. പഠിച്ച വല്ലതും കാണുന്നുണ്ടല്ലോ. പഠിച്ച റബ്ബ് ഹയറാണെങ്കിൽ ഇക്കാക്കാനെ തിരിച്ചു തരട്ടെ, ഷെറാണെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോട്ടെ. എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം ഇത്താത്തക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് വേറൊരു ഇത്താത്തയില്ല. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എനിക്ക് എന്നും വേണം. അതുകൊണ്ടാണ് ഉമ്മ പറയുന്നത് അനുസരിച്ച് ഇവിടെ നിന്നൂടെ? വേറെ കല്യാണം നോക്കാൻ നിൽക്കാക്ക പറഞ്ഞല്ലോ. മോളെ, നീയും ഇത് വിശ്വസിച്ചോ? ഒരിക്കലും ചെയ്യൂലടി. നീ ഒരിക്കലും ചെയ്യില്ല. നിൻ്റെ ഇക്കാക്ക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സിനു പാവാണ്. പഠിച്ചവനെല്ലാം അറിയാലോ അല്ലേ ഇത്തയുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ആ, എന്തിത്താത്ത? ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ ഇത്താത്ത അങ്ങനെ പറയുന്നത്? അതല്ല, ഇനിയിപ്പോൾ നിൻ്റെ കല്യാണത്തിൻ്റെ ആളുകൾ അവരൊക്കെ എത്തുമ്പോഴൊക്കെ ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴേ എന്താ അങ്ങനെ നിൽക്കുന്നില്ലെന്ന് ചോദിക്കുമോ? അതിനെന്ത് ചോദിച്ചെന്ന് വിചാരിച്ചിട്ട്? അല്ല, ഒരു പക്ഷേ അവർ ഓരോ ഹേതു ആക്കിയിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് മുടക്കുമെന്ന് എൻ്റെ പേടി. ഏയ് ഇത്താത്ത, എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. എൻ്റെ ഇത്താത്താൻ ഇവിടെ കണ്ടിട്ട് മടങ്ങി പോകണേ പോയിക്കോട്ടെ. എനിക്ക് എൻ്റെ ഇത്താത്ത കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും. അതിപ്പോൾ ഇന്നൊരു മണവാളൻ ചെക്കൻ കാണാൻ വന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു ബന്ധവുമില്ല. പിന്നെന്താ,
അങ്ങനെ കണ്ടുവന്നു ഇഷ്ടപ്പെട്ടു, അത് മാത്രം. നിക്കാഹൊന്നും കഴിയാതെ പിന്നെ ഇപ്പം എന്താ? എനിക്കങ്ങനത്തെ പ്രശ്നമില്ല. എനിക്ക് എന്തൊക്കെ തന്നെയല്ലേ എൻ്റെ ഇത്താത്തേനാണ് വലുത്. അനിയത്തിക്കുട്ടിയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും മുഹ്സിനയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഈ സമയം ഷാഹിന എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ആ ഗോൾഡ് എത്തിക്കുവാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ ഒരു നിലക്കും പറ്റണില്ല. കാരണം എന്തൊക്കെ തന്നെയാലും ഉമ്മയുടെ കണ്ണ് CCTVയേക്കാളും ഭയങ്കര പവറാണ്. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ ഉമ്മാക്കൊരു ബേജാറ്. ഷാഹിന, എന്തിനാ ഈ മുറ്റത്തേക്ക് ഇപ്പോൾ പോയത്? ഷാഹിന, എന്തിനാ നീ വർഗപേരൻ്റെ അടുത്തേക്ക് പോയതിപ്പോൾ? അങ്ങനെ ഓരോരോ സംശയങ്ങൾ. പഠിച്ചോനെ ഇടങ്ങാറായിപ്പോയി. വേണ്ടില്ലായിരുന്നു. ശമ്പളം പൈസ ഒന്നും വേണ്ട. ഇത്രക്കും വലിയൊരു ഭീകരതയുടെ വീട്ടിലേക്കാണ് ഞാൻ എത്തുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഉപ്പയും മക്കളൊക്കെ നല്ലതാണ്, ഉമ്മ മാത്രം ഇങ്ങനെ. ഉമ്മാക്കാണെങ്കിൽ സമാധാനം തീരെ ഇല്ലായിരുന്നു. ആ പുറത്താണല്ലോ കെടുക്കണത്. അത്രയും വിലപിടിപ്പുള്ള ഒരു സ്വത്തും മുതലൊക്കെ. എങ്ങനെങ്കിലും ഉണ്ടാവും. ഒത്തുക്ക് വെക്കുകയാണെങ്കിൽ പോലീസ് ട്രെയിൻ ഉണ്ടാവും എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ടൊരു പേടിയും ബേജാറും ഒന്നായിട്ട്. ഒന്നെങ്കിൽ അത് വിറ്റുകാണ്ട് പൈസ ആക്കി അക്കൗണ്ടിൽ ഇടണം, അല്ലെങ്കിൽ ലോക്കറിൽ കൊണ്ടുവരണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ സംഭവം നടക്കൂല. ഇത് പെരൻ്റെ ഉള്ളിൽ എത്ര വെച്ചിട്ട് അത് പാത്തുക്കുക. എന്നിട്ട് ആ ഒരു സ്വർണ്ണം തീയും വിറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിടണം. ഒരു വില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടിട്ട് അത് വാടക കൊടുത്താൽ അതിൻ്റെ പൈസയെങ്കിലും കിട്ടുമല്ലോ. അല്ലാതെ ഇപ്പോൾ ഈ സ്വർണ്ണം ഇവിടെ വെറുതെ ഒത്തു വെച്ചിട്ടൊരു ലാഭമില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനും വേണം ഇവിടുന്ന് നീച്ച്. എൻ്റെ കാലം അതിൻ്റെ ഇടയിൽ കൂടി ഒടിഞ്ഞും ചെയ്തു. ആ ഷാഹിനേൻ്റെ ഒരൊറ്റ പണിയാണ്. അതിനും വേണ്ടി എണ്ണ തേക്കലും ഒയ്യലും കാലാണ്ട് ഒടിച്ചിട്ടിപ്പോൾ സമാധാനമായല്ലോ. ഷാഹിന, ഉമ്മ വിളിക്കുന്നു. എന്തോ ഉമ്മ? ഷാഹിന, പിന്നെ ആ ഗേറ്റ് ഒന്ന് പോയൊക്കെ ശരിക്കും പൂട്ടിയിരിക്കണം. എന്താ ഉള്ളത്? എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോയി നോക്കാം. ഉമ്മ, അതൊക്കെ ശരിക്കും പൂട്ടിക്കണല്ലോ. പിന്നെന്താ? എനിക്കൊരു പേടി. ഇതൊന്നൊരു പോയോക്കാം. ഷാഹിനയെ അത് ഗേറ്റ് വരെ പറഞ്ഞേക്കുന്നു. ഷാഹിന പോകുന്നതും വരുന്നതും അതാണെങ്കിൽ ക്യാമറയിലൂടെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു പണി ഇവിടെ നടക്കും തോന്നുന്നില്ല. അവൾ ഉറപ്പിച്ച് തിരിച്ചിങ്ങോട്ട് വന്നു. ഉമ്മ, ഗേറ്റൊക്കെ ശരിക്കും ഭദ്രമായിട്ട് പൂട്ടിക്കണേ. നീ മേലേക്ക് പോകണ്ടട്ടോ, താഴെ കിടന്നോ. അത് മാത്രം നിങ്ങളെ പറയരുത്. നിങ്ങളെന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. പക്ഷേ നിങ്ങളാ കിടത്തം മാത്രം അതെനിക്കിഷ്ടമില്ല. രാജകുമാരി എന്ന വിചാരം മേലെ കയറി കിടക്കാൻ എന്താന്നില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അതാ ഗേറ്റ് കടന്നുകൊണ്ട് ഒരു യാചകി കടന്നു വരുന്നു. ഷാഹിന, അപ്പം ഇത് ഗേറ്റ് ശരിക്കും പൂട്ടിയിട്ടില്ലേനോ? ഉമ്മ, ഞാൻ പൂട്ടിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ കുറ്റിയിട്ടുള്ളൂ. എന്താണ് അത് വരുന്നേ? ഒരു തള്ള. ഇനിയിപ്പോൾ എന്തൊക്കെയാ വേണ്ടിയിരുന്നാവോ? താത്ത, എന്താ? ഇവിടെ ആളില്ലാന്ന് പറഞ്ഞാളാ. താത്ത, എന്തെങ്കിലും വേണം. കുട്ടികൾ പട്ടിണിയിലാണ്. എന്തെങ്കിലും ഒന്ന് തരുമോ? എന്താണ് വിറ്റുകളെ ഇറ്റങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയില്ല. ഇവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാളോ ഷാഹിനാക്ക് അത് പറയാൻ വലിയ പ്രയാസം തോന്നി. പഠിച്ചോനെ, ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കൂല. കാരണം വീടും കാര്യങ്ങളും എല്ലാം കൂടി സെറ്റപ്പാക്കിയത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും റബ്ബെ ഇല്ല എന്ന് വിചാരിക്കൂല. ഞാൻ എന്താ റബ്ബെ ചെയ്യാം? ഇനിയിപ്പോൾ വണ്ടി കരുതി വെച്ച വണ്ടിക്കൂലി പൈസ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. മറ്റേതൊക്കെ ആണെങ്കിൽ അക്കൗണ്ടിലുമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചില്ലറ പൈസ എന്തെങ്കിലും ഒരു 10-50 ഉറുപ്പിങ്ങനെ കൊടുക്കണ്ടേ? കൊടുക്കാൻ ഞാൻ മോശമല്ലേ? ഷാഹിന പെട്ടെന്ന് അകത്തേക്ക് കയറി. എവിടുക്കാ ഷാഹിന? ഉമ്മ, അത് ചെറിയ മക്കളൊക്കെ ഉണ്ട്, പട്ടിണെന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് കൊടുക്കുമോ? നല്ല മാസമൊക്കെ അല്ലേ. എന്ത് കൊടുക്കാനാണ് പോണത്? അല്ല, എൻ്റെ അടുത്ത് ബാഗിൽ കുറച്ച് എന്തെങ്കിലും പൈസ ഉണ്ടാ നോക്കട്ടെ. എൻ്റെ ബാഗിലൊക്കെ പൈസ ഉണ്ടോ? അല്ല, അത് ഇന്നാൾ സിനു എൻ്റെ കയ്യിൽ അങ്ങനെ വെറുതെ തന്നതായിരുന്നു. അങ്ങനെ അതാ ബാഗിൽ നിന്ന് ഒരു 50 രൂപയെടുത്ത് അവൾ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഷാഹിന, അവിടെ എന്നാ ആ പൈസ അവിടെ കാട്ടിക്ക. എന്തിയമ്മ? ഇവിടെ കൊണ്ടുവരത് എന്തി? ഞാൻ കൊടുത്തോളാം. ഇജ്ജ് കൊടുക്കുമ്പോൾ വിചാരിച്ചും ഇജ്ജാണ് ഇവിടുത്തെ ആള്. അത് ഞാൻ കൊടുത്തോളാം. അതാവുമ്പോളേ ഞാനാണ് ഇവിടുത്തെ മെയിൻ ആളെന്ന് വിചാരിക്കുള്ളൂ. എന്തോ അമ്മ, അന്ന് നിങ്ങളുടെ അടുത്തുള്ളത് കുറച്ചെടുത്ത് കൊടുത്തോളേ. അതിനാണ് എനിക്കല്ലേ? അതുകൊണ്ടാ ഞാൻ കൊടുത്തോളാം. ഉമ്മ, നിങ്ങൾ ഈ കാലുകൊണ്ട് വയ്യാതെ എന്താ? ഈ വടി ഒന്നാണ് കുത്തി പിടിച്ചാലേ വല്ല നടന്നിട്ടൊരു കുഴപ്പവും പറ്റൂല. പൈസയുമായി അതാ അവർ
വടിയും കുത്തി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താ ഉമ്മ, ഞാൻ കൊടുത്തോളാം, നിങ്ങളവിടെ ഇരുന്നോളി. വേണ്ടെന്നല്ല പറഞ്ഞത്. ആ പൈസ കൊണ്ടാ. വടിയും കുത്തി അതാ റഷീദ ഉമ്മ പതുക്കെ എഴുന്നേൽക്കുന്നു. കാല് നിലത്ത് ചവിട്ടാനൊന്നും ആയിട്ടില്ല, എങ്കിലും കഴിയുന്ന രീതിയിൽ മെല്ലെ മെല്ലെ വേച്ച് നടന്ന്. താത്താ, പശിക്കുത്, വല്ലതും തരി, മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും വിശന്ന് കരയാണ്, പട്ടിണിയാണ് താത്താ. ഇവിടെ വന്നിട്ട് ഞാനെന്ത് തരാനാ? എന്നാ ഇത് പിടിച്ചോ തൽക്കാലം. ഇനിയിപ്പോൾ ആരാ പത്തിലേക്ക് പൈസ തരില്ല എനിക്ക്? ഇനി ഇവിടെ ഒന്നും ചുറ്റിപ്പറ്റി നിൽക്കല്ലോ കേട്ടോ, വേഗം പോയിക്കോ. നിങ്ങളെ കള്ളന്മാരാണ്, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, പൈസ തരാനും പറ്റൂല. കാരണം ഞങ്ങൾ പകൽ വന്ന് പെര കണ്ടച്ച് പോവും, രാത്രി വന്നിട്ട് എന്തെങ്കിലും കട്ട് കൊണ്ടാൻ വരും. താത്താ, ഞാൻ ആ ടീമല്ല, ഞാൻ ഒരിക്കലും അതല്ല. എനിക്കെൻ്റെ മക്കളുണ്ട്, ചെറിയ മക്കൾ. ഇനി വേറെ സ്ഥലം വിട്ടോ, ഇനി വൈക്കുകൾ വരരുതിട്ടാ. നിങ്ങളെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഉള്ള ന്യൂസിലും ഇതിലൊക്കെ കേട്ടൂടെ? നിങ്ങളെന്തേ പിന്നെയും ഈ പെരാൾക്ക് ഇങ്ങനെ ഗേറ്റ് കടന്ന് എന്നോട് ആരാ വരാൻ പറഞ്ഞത്? വേഗം പോയിക്കോ, സ്ഥലം വിട്ടോ. താത്താ, ഞാൻ പോയിക്കോളാം, ഇനി വരൂല. ഇനി എങ്ങാനും ആ പടി കണ്ട് കടന്നിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചുതരാം. കിട്ടിയിട്ട് വേഗം പോകാൻ നോക്കിക്കോ. ഷാഹിനാക്ക് ശരിക്കും അത്ഭുതം തോന്നി. പഠിച്ചോനെ, അതിൻ്റെ അലമാരയിലും അക്കൗണ്ടിലൊക്കെ എത്ര ക്യാഷാണ് കിടക്കുന്നത്. അതിനൊരു 5 രൂപ എടുക്കാൻ സമ്മതിക്കൂല. വല്ലാത്ത സാധനം തന്നെ. ഞാൻ എൻ്റെ വണ്ടിക്കൂലിക്ക് കരുതിയ ആ ബാഗിൽ വെച്ചിരുന്ന 50 രൂപ എടുത്ത് ഇങ്ങോട്ട് പോന്നപ്പോൾ തള്ളത് വാങ്ങി. അതിൻ്റെ മുമ്പ് തിരിച്ചു പോകാൻ പറയായിരുന്നു. ഉമ്മ, ആ എന്തെങ്കിലും എന്നോട് കൊടുക്കാൻ സമ്മതിക്കാഞ്ഞത്? ഇവിടുത്തെ പെരക്കാരത്തി കൊടുക്കാൻ? ഉമ്മ, അത് എൻ്റെ പൈസ. ആരെ പൈസ ആയാലും അത് ഇവിടുത്തെ പൈസ തന്നെയല്ലേ, എൻ്റെ മോളിൽ നിന്ന പൈസ അല്ലേ, അല്ലാതെ എനിക്ക് പൈസ കിട്ടൂലല്ലോ. അതൊക്കെ എൻ്റെ പൈസ തന്നെയാണ്, അല്ലാതെ ഒരിക്കലും അല്ല. ഞാൻ പറ്റാണ് എൻ്റെ മോനെ, അപ്പം അത് എൻ്റെയും കൂടി പൈസയാണ്. ഷാഹിനക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും വന്നു. ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്തതായിരുന്നു. അപ്പോൾ തന്നെ എന്താ സാധനം എന്നോ, എൻ്റെ റബ്ബേ, എങ്ങനെയുണ്ടല്ലോ റബ്ബേ ആൾക്കാർ, ഇത്രയും പിഷ്കത്തി. ഷാഹിന, എൻ്റെ അടുത്ത് പൈസ ഒക്കെ കഴിഞ്ഞിരിക്കണേ, ഇനി പൈസ കിട്ടിയിട്ട് വേണം. പൈസ ഇനിയിപ്പോൾ മൂപ്പര് എപ്പോഴാണ് ഞാൻ വയക്കുക? ഇനിയിപ്പോൾ ഒരു മാസമായി കിട്ടണ്ടേ? എന്ത് പണിക്കാണ് കയറിയിരിക്കണം ആർക്കറിയാം. പിന്നെ അറബി തള്ളൻ്റെ അടുത്ത് കണ്ട് എത്തിയാൽ പിന്നെ കഴിച്ചിലായി. ഞാൻ അപ്പോൾ അതിൽ നിൽക്കുകയാണ്. മുപ്പത്തേഴ് അടുത്തുനിന്ന് കുറച്ച് പൈസ കിട്ടിയിട്ട് വേണം ഇനി ബാക്കിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഉമ്മ ഇവിടുത്തെ വരുമാനവും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ ചെയ്യണത്? എന്തിനാ ഷാഹിനജ് ആവശ്യമില്ലാത്തിൽ ഇടപെടണത്? ഇച്ചെന്തിനാ അതൊക്കെ നോക്കി നടത്തിക്കണേ? എനിക്ക് ഇവിടെ എന്ത് സ്ഥാനമുള്ളത്? ശരി, എൻ്റെ ഇവിടുത്തെ മരുമകളാന്ന് വിചാരിച്ചിക്കാണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കലും അന്വേഷിക്കുക. ഇജ്ജെന്തിനാ ചെയ്യണേ? ഇജ്ജൊക്കെ വന്ന് കയറിയതല്ലേ, അല്ലാതെ ഇജ്ജൊന്നും ഇവിടെ കൊണ്ടുവന്നുണ്ടാക്കിയതൊന്നല്ലല്ലോ. ഈ കണ്ട മുതലെന്തൊന്നും അനക്കൊക്കെ അത്ര ബേജാറ്? വരുമാനം എടുക്ക പോണ്, വരുമാനം എന്താ കാട്ടണ വിചാരിച്ചിട്ട്? അല്ലമ്മ, ഞാൻ ചോദിച്ചൊന്ന് മാത്രമേ. അല്ല, ഉപ്പാനെ മാത്രം ഇങ്ങനെ ഉപ്പാന്ന് വെച്ചാൽ കടം വീട്ടാൻ വേണ്ടി പോയതല്ലേ. കടം വീട്ടാതിരിക്കുന്നതല്ലേ. ഇവിടേക്ക് മാസത്തിൽ കിട്ടാതെ റഷ്യ നിൽക്കൂല. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഷാഹിനക്ക് വെറുത്ത് തുടങ്ങിയിരിക്കുന്നു. പഠിച്ചോനെ, വല്ലാത്തൊരു ഇതിലാണ് ഞാൻ പെട്ടത്. എത്രയും പെട്ടെന്ന് അത് ജസീലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയട്ടെ, അല്ലാതെ ശരിയാവില്ല. അവൾ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി. എന്താ ദേഷ്യം പിടിച്ച് കയറിപ്പോണത്? വാതിലൊക്കെ ശരിക്കും അടിച്ചാളാ, ഗേറ്റിൽ നിന്ന് പൂട്ടിട്ടോണ്ടേ. ഇനി ഇങ്ങനെ തുറക്കാനും അടക്കാനും നിൽക്കണ്ട, എനിക്കതൊരു ഏർപ്പാടേക്കണം ഇപ്പോൾ. ഉമ്മങ്ങൾ എന്ത് പറയണത്? ഞാൻ എവിടേക്കും പോയില്ലല്ലോ. ഇജി ഇടയ്ക്കിടയ്ക്ക് ആ ഗേറ്റിൻ്റെ അവിടേക്ക് എന്തിനാ പോണത്? ഞാൻ അമ്മ വെറുതെ അവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടേ. എന്തൊക്കെ തന്നെയായാലും എങ്ങനെയായാലും ഈ ഒരു ആഭരണങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ നല്ല റിസ്ക്കാണെന്ന് നന്നായിട്ടറിയാം. ഇനിയിപ്പോൾ എന്താ റബ്ബ ചെയ്യുക ഞാൻ? എന്തൊക്കെ തന്നെയായാലും അവിടെ ജസീൽ വന്നാലും ഒക്കെ കാണും. ഇത് ഗേറ്റിൻ്റെ അവിടെ ഉണ്ടൊരു ക്യാമറ കൊണ്ടുവന്ന് വെച്ചിരിക്കണം, അതൊക്കെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയേക്കണേ സംഭവം നടക്കുള്ളൂ. മറ്റേതിതൊക്കെ കണ്ടും കേട്ടും നടക്കുകയാണ്. എവിടെ ആയാലും അതിൻ്റെ ഫോണിൽ നോക്കിയാൽ കാണല്ലോ ഇത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത്. വല്ലാത്തൊരു പുതുമ. എങ്ങനെയായാലും വേണ്ടിയില്ല. ആ സമയം തന്നെ അതാ ജസീലിനെ മെസ്സേജ് അയക്കുന്നു ഷാഹിന. ഹലോ, ജസീലെ, പിന്നെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാടാ. ഇവിടെ നിന്ന് ഒരു സംഭവം കടത്തി കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. എങ്ങനെയെങ്കിലും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അത്രയ്ക്ക് ക്യാമറ സെറ്റപ്പ് ആണ്, ഭയങ്കര സെക്യൂരിറ്റി. ഒരാൾ മതി, ചുറ്റുഭാഗമുള്ളതും അതിൻ്റെ അപ്പുറമുള്ളതൊക്കെ കാണും. ഞാനിവിടെ നിന്ന് അനങ്ങിയാൽ
മൂപ്പത്തിയർക്ക് അത് അറിയാം. അപ്പം തന്നെ ചോദിക്കും, എന്തിനാ അങ്ങോട്ട് പോയത്, എന്തിനാ അങ്ങോട്ട് പോയത്, എന്താ ഞാൻ ചെയ്യുക. എനിക്കാണെങ്കിൽ മൂപ്പത്തിയരെ കള്ളത്തിന് നല്ലോന്നുണ്ട് പൊളിച്ചെടുക്കാൻ പൂജയുണ്ട്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ആൾക്കാരെടിയുന്നത് പറ്റുള്ളൂ. അല്ലാതെ ഇതൊരിക്കലും അതെന്തെങ്കിലുമൊക്കെ എൻ്റെ മേത്തേക്കിടും, അത് ഉറപ്പാണ്. സ്വന്തം മോനെ വരെ അങ്ങനെ ചെയ്ത ആളല്ലേ, ഇനിയിപ്പോൾ ഇന്നായിട്ട് ഒരു വെറുതെ വിടുമോ. സിനാൻ്റെ ഉമ്മ ചില്ലറ സാധനം എന്നല്ല കേട്ടോ. പാവ മുഹ്സിനൊക്കെ എത്ര സഹിച്ച് ഒരു വാക്ക് മിണ്ടാതെ ഇങ്ങനെ. താഴെ നിന്ന് അതാ ഉമ്മ വിളിക്കുന്നത്, ഷായിന ഷായിന. ദേ വിളി തുടങ്ങി, ഞാൻ പിന്നെ വരാം. എന്തിയ ഉമ്മ, ഇജ്ജ് അടുക്കള ഭാഗത്ത് വാതിലടച്ചിട്ടില്ലേ? അടിച്ചിക്കണല്ലോ ഉമ്മ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതിനുള്ളിൽ ഒന്നുമില്ല എന്നൊക്കെ. പിന്നെ ഇപ്പം എന്ത് കൊണ്ടാനാ ഇവിടുന്ന്? ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ പറയാം, എനിക്കിങ്ങനെ തോന്നുക ആ അണ്ണാച്ചിത്തള്ള എങ്ങനെ കയറി വരുമോ. ഉമ്മ, ഇജ്ജ് എന്ത് കരുതിയിട്ട് പൈസ ആയിട്ടാണ് മുന്നിക്ക് മണ്ടീൻ്റെത്? എൻ്റെ പണിയാണല്ലോ അത് പൈസ കൊടുപ്പിച്ചത്. അത്രയും വലിയൊരു സംഖ്യ കൊടുക്കാൻ പാടുണ്ടോ? 50 ഉറുപ്പ്യ എന്നൊക്കെ വെച്ച് അത്ര വലിയ ചെറിയ പൈസ ഉമ്മ ഞാനല്ലല്ലോ, നിങ്ങളെന്നല്ലേ കൊടുത്തത്. അല്ല ഇജ്ജ് എന്തിനാ ഇപ്പം എൻ്റെ അടുത്ത് കണ്ടമാനം പൈസ ഉണ്ട് തോന്നുന്നുണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് എവിടുന്നാ പൈസ ഒക്കെ ഉണ്ട് കൊണ്ടാ, ഞാൻ പാത്തിച്ചോളാം. എൻ്റെ അടുത്ത് വെക്കണ്ട. എൻ്റെ അടുത്ത് വെച്ചാലേ അത് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊണ്ടുപോകും. എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഇടങ്ങാറായിപ്പോയി ഉമ്മ. ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയി വരട്ടെ. ഷായിനജ് എന്തീ പറയണത്? എനിക്ക് കാലുകൊണ്ട് വയ്യാത്ത സ്ഥിതിക്ക് എൻ്റെ വീട്ടിൽ പോവുക? ഉമ്മ, എൻ്റെ ഉമ്മാനും ഉപ്പാനെ കാണാൻ പൂതിയായിട്ട് വയ്യ. ഓരോടും ഇങ്ങോട്ട് വരാൻ പറയേ. ഉമ്മ, ഉപ്പാക്കും ഉമ്മാക്കൊന്നും അത്ര വലിയ സുഖം പോരാ. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ടല്ലേ പോകേണ്ടത്. ഇജ്ജ് പോവേ, തൽക്കാലം ഇജ്ജ് പോവല്ലോ. ഇവിടുന്ന് ഇജ്ജ് പോയി കഴിഞ്ഞാലേ ഉമ്മാക്ക് ചെറിയൊരു പേടി, പഠിച്ചോനെ ഇവിടുത്തെ സ്വത്തും മുതലും പൈസയും സ്വർണവും ഒക്കെ ഉള്ളതായിട്ടെങ്ങാനും ഓള് പോവുമെന്നുള്ളത്. അതേ ഷായിന, ഇജ്ജ് പോവല്ലോ, പോകാൻ പറ്റൂല ഇപ്പോൾ. അതെന്തമ്മ, എനിക്കൊന്ന് കാണാൻ പൂതിയായിട്ടാണ്. എങ്ങനെയെങ്കിലും ജസീലിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഷാഹിന അങ്ങനെ ഒരു അടവ് പ്രയോഗിച്ചത്. ഉമ്മ, ഞാൻ പോട്ടെ, എനിക്ക് അത്രക്കും പൂതിയായിട്ടാണ്. ഓരോട് വരാൻ പറഞ്ഞാൽ പോരെ, ഇജെന്തിനാ അങ്ങോട്ട് പോണത്? ഇജ് പോയാൽ പിന്നെ ഇവിടെ ആരാ? എന്തിനാണ് കെട്ടിക്കൊടുന്നത്? വെറുതെ കാഴ്ചക്ക് വെക്കാനാ? എനിക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോവാനാ? അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടക്കാനും പിന്നെ നോക്കാനും ഇവിടുത്തെ പണിയെടുക്കാനും കൂടിയാണ്. ഉമ്മ, അങ്ങനെ നല്ലിരുന്നല്ലോ പറഞ്ഞിൻ്റെത്. അതങ്ങനെയൊക്കെ ഉണ്ട് അയക്കണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇജ് വേണ്ടാത്തിനൊന്നും നിൽക്കല്ലോ. ഉമ്മാക്ക് ആകെ ടെൻഷനും പേടിയും ബേജാറും. ഷാഹിനെ എങ്ങാനും ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മുങ്ങുമോ എന്നുള്ള ബേജാറോ എന്തൊക്കെയാണെന്ന് അറിയുന്നില്ല. ഉമ്മ ആകെ ടെൻഷനിലാണ്. എന്നാൽ എങ്ങനെയെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ പുറത്ത് കടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഷാഹിന. ഇനി ഒരിക്കലും ഒരു തരി സ്വർണം പോലും ആ തള്ളക്ക് കൊടുക്കരുത്. എന്താ സാധനം വിചാരിച്ച പോലെ ഒന്നല്ല. ഇതിങ്ങനെ ഷാഹിന എന്ന 100ക്ക് 100 വട്ടം ഇങ്ങനെ വിളിക്കും. ഞാനായതുകൊണ്ടാണ്. ഇത് അങ്ങനെ വിട്ടാൽ പറ്റൂല, ഇതിന് ആർത്തി തീരൂല. എന്നാൽ ഈ സമയം അതാ ഉപ്പ സ്നേഹിതൻ്റെ റൂമിൽ തന്നെയാണ്. നാളെ രാവിലെ തന്നെ നമുക്ക് പണിക്കിറങ്ങണം കേട്ടോ. എന്ത് പണി വേണമെങ്കിലും ഞാൻ എടുത്തോളാം. എനിക്ക് ഏത് വെയിലത്തുള്ള പണിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ബഷീറേ, അപ്പയേ ഈ ഒരു പണിക്ക് തന്നെ ഉറപ്പിച്ചോ? അനക്കെൻ്റെ വേണ്ട. എനിക്ക് കണ്ടമാനം തന്നാണ് എന്നെ ആരംഭിച്ച്. വീണ്ടും അവരെ പോയി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഞാനൊന്ന് അധ്വാനിച്ച് ഉണ്ടാക്കി ശരിയാകട്ടെ, എന്നിട്ടൊക്കെ ഇൻഷാ അല്ലാ കാണാൻ പോകാം. അല്ലാതെ നടക്കൂല. അവിടെയാണെങ്കിലേ അവർ മാത്രമല്ല ഉള്ളത്, നമ്മളെ നാട്ടിലത്തെ ഉസ്താദും അതിൻ്റെ ഭാര്യയും ഒരു കുട്ടിയുണ്ട്, നൂർ ഫാത്തിമ എന്നാണ് പേര്. അപ്പോൾ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, കാണാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രക്കും വലിയ നല്ല ആളുകളാണ് അതൊക്കെ. നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കയറി ചെന്നാലേ പെട്ടെന്ന് എന്താ ചോദിച്ചാൽ ആകെ ഉത്തരം മുട്ടും. അതുകൊണ്ട് എന്തായാലും വേണ്ടിയില്ല, ഗഫൂർ ഖാൻ്റെ സ്ഥിതി എനിക്ക് വരും മിക്കവാറും. അതുതന്നെയാണ് എൻ്റെ സ്ഥിതി. കാരണം ഗഫൂർ ഖാക്ക് പറഞ്ഞാൽ ഒരു വീട് മൊത്തം എല്ലാവരും എതിരെ. പക്ഷേ ഇതെനിക്കെൻ്റെ ഭാര്യ പോരെ, എന്ത് കാര്യത്തിനാണ്? പഠിച്ചോനെ, നാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ആകെ ടെൻഷനായി. ഇവിടെ വന്നിട്ട് എന്താ മാസത്തിൽ അയക്കാനുള്ള പൈസ എന്തൊക്കെ എങ്ങനെ കിട്ടും? അങ്ങനത്തെ ചിന്താഗതി. ഗഫൂർ ഖാക്ക് നാട്ടിലേക്ക് വരിക എന്നുള്ള സംഭവം തന്നെ ആകെ വെറുത്തുപോയി. പക്ഷേ അറബി പോവാനും പറയാണ്. എന്തപ്പോൾ ചെയ്യുക? ഒടുവിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. എടാ, എൻ്റെ അവസ്ഥ അത് തന്നെയാണ്.
ഗഫൂറിൻ്റെ അവസ്ഥയാണ് എൻ്റെ അവസ്ഥ, അതുക്കും മേലെ. ഹോ, ഒരു സമാധാനമില്ല ഭാര്യയുടെ അടുക്കൽ നിന്ന്. എന്തിനാലേ ഞാനതൊക്കെ പറയണത്? ബഷീർക്ക, സിനാൻ്റെ ഉപ്പ നാളെ മുതൽ ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അത് സ്ഥാപനത്തിനുള്ളിലോ ഒന്നുമല്ല, പുറത്തെ ജോലികൾ. അതും പൊരു വെയിലത്തിരുന്നു കൊണ്ടായിരിക്കും ജോലികൾ ചെയ്യുന്നത്. പഠിച്ചോനെ റബ്ബേ, അല്ല നീ എനിക്ക് കരുത്ത് നൽകല്ല. എൻ്റെ കുട്ടിക്ക് വേണ്ടി വാങ്ങിയ ആ ഒരു പൈസയും കാര്യങ്ങളും അതൊക്കെ റഹ്മാനെ എനിക്ക് അടക്കണം. എനിക്ക് അടച്ചിട്ട് എൻ്റെ കുട്ടി അങ്ങോട്ട് കൊണ്ടുവരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷാഹിന എങ്ങനെ എത്തിക്കും മുഹ്സിനയ്ക്കുള്ള ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ? അത് ഏറ്റവും നല്ലത് സിനാൻ്റെ കൈകളിൽ കൊടുത്ത് സിനാൻ കൊണ്ടു കൊടുക്കുന്നതായിരിക്കും ഷാഹിനക്ക് തോന്നുന്നത്. ഏത് പ്ലാനായിരിക്കും വിജയിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗഫൂർക്കയുടെ കഥ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇട്ടു, ഗഫൂർ ഖാൻ്റെ കഥ ഞങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഗഫൂർ ഖാൻ്റെ കഥ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കെട്ടുകഥയല്ല, അനുഭവ കഥയാണ്. ഓരോ പ്രവാസികളായ ആളുകളും അതറിഞ്ഞിരിക്കണം. എന്തൊക്കെ തന്നെയും എല്ലാം നമ്മൾ ഭാര്യമാർക്ക് അയച്ചു കൊടുത്ത് അവരുടെ പേരിലാക്കുന്ന ഒരു പരിപാടി, അവസാനം അത് എക്സിറ്റ് അടിച്ച് വരുന്ന സമയത്ത് അവരെ പുറത്താക്കുന്ന ഒരവസ്ഥ. അതാണ് നമ്മുടെ സിനാൻ്റെ ഉപ്പാക്കും അതുതന്നെയാണ് അവസ്ഥ, ഗഫൂർക്കാക്കും അതുതന്നെയാണ്. അപ്പോൾ ഗഫൂർക്കായുടെ സ്റ്റോറി ഇതിന് മുമ്പ് ഒരിക്കലും ഞാൻ വിട്ടിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് കമൻ്റ് കിട്ടിയിരുന്നു. കാരണം അത് ഉള്ള സംഭവം തന്നെയാണ്, സത്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾക്കും ഗഫൂർ ഖാൻ്റെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വിട്ട സമയത്ത് പലരും പറഞ്ഞു ഗഫൂർ ഖാൻ്റെ കഥ വേണ്ട, ഞങ്ങൾ കേട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാ അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളത് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഇങ്ങനെ ഈ സ്റ്റോറിയിലൂടെ അല്ലാതെ തന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ വിടാം. കാരണം അത്രക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും എല്ലാം സങ്കടം വരുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറി ഉള്ള കഥയാണ് അത്. അപ്പോൾ ഇൻഷാ അല്ലാ ആവശ്യമുള്ളവർ ഓക്കെ പറയുകയാണെങ്കിൽ ഞാനത് ഒറ്റ സ്റ്റോറി ആക്കിയിട്ട് ഞാൻ വിട്ടുതരാം. നിങ്ങൾ സമയമുണ്ടെങ്കിൽ കേട്ടാൽ മതി. നമ്മൾ ഈ സ്റ്റോറി കൂടെ ഞാൻ ഇട്ടാൽ ഒരു പക്ഷേ അത് കേട്ടവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നത് കൂടുതലായിട്ട് പറയണില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇനി അടുത്ത കഥകളൊക്കെ കാണാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? റാഹത്താന്ന് വിചാരിക്കുന്നു. നോമ്പൊക്കെ അല്ലേ 11 കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും റാഹത്തോടു കൂടി നോമ്പൊക്കെ നോറ്റില്ലല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയുള്ള നോമ്പ് നമുക്ക് നല്ല രീതിയിൽ നോക്കുവാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. അതിനുവേണ്ടി ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവിടെ മഴ ഉണ്ടായിരുന്നോ നിങ്ങളുടെ വീട്ടിലൊക്കെ? ഇവിടെയൊക്കെ മഴ ഇന്ന് വൈകുന്നേരമൊക്കെ ഇങ്ങനെ പെയ്തു, ചെറുതായിട്ട് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മഴയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏത് ജില്ലയിലാണെന്നും അവിടെയൊക്കെ മഴയുണ്ട്. ഇവിടെ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ്. ഇവിടെ മഴയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെയ്തു. ഇപ്പോൾ ഒരു തണുപ്പുണ്ട് കേട്ടോ. ആ ഒരു വലിയ ചൂടൊക്കെ പോയിട്ട് നല്ലൊരു തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കഥകളിലൂടെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. ഞാൻ എൻ്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. അതുപോലെ എന്നെയും കുടുംബത്തിനെയും നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവരോടും ഇൻഷാ അല്ലാ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.